കൊച്ചമ്മ വിളിപ്പിച്ചത്? നമ്മുടെ സ്കൂളിലെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വിളിപ്പിച്ചതാ. എന്താണാവോ? അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല കൊച്ചമ്മ. അല്ല, നമ്മുടെ സ്കൂളിലെ ടീച്ചർ ഏതോ ഇന്നലെ പോലീസ് സ്റ്റേഷനിലായിരുന്നെന്നോ കസ്റ്റഡിയിലായിരുന്നെന്നോ പറയുന്ന കേട്ടല്ലോ. സത്യാണോ? ചില സത്യങ്ങൾ ഇല്ലാതില്ല. വ്യക്തമായി പറയടോ. അത് ആ അല്ലി ടീച്ചറും അക്കരെയുള്ള വാവച്ചമ്മലായിട്ടുള്ള എന്തോ പ്രശ്നം. എന്ത് പ്രശ്നം? നമ്മുടെ സ്കൂളിലൊരു കുട്ടിയെ മുതലാളിയുടെ കാറിടിച്ചു. അതേ ചൊല്ലിയുണ്ടായ എന്തോ കശവിശയാ. ടീച്ചർ അയാളെ അടിച്ചോന്നൊക്കെ അറിഞ്ഞു. അങ്ങനെയാ ഞാനും അറിഞ്ഞത്. ഇനി സ്കൂളിൽ ചെന്നിട്ട് വേണം സത്യാവസ്ഥ അറിയാൻ. എടോ, ഇങ്ങനെ അക്രമ സ്വഭാവമുള്ളവരൊക്കെ എങ്ങനെ നമ്മുടെ സ്കൂളിൽ വെച്ചോണ്ടിരിക്കും? ഇവരെ പിരിച്ചുവിടാനുള്ള നിയമമൊന്നുമില്ലേ? ഇന്നലെ അവര് ഒരു ക്രിമിനൽ കേസ് എടുത്തിരുന്നെങ്കിൽ സസ്പെൻഡ് ചെയ്യാൻ ഒരു വകുപ്പുണ്ടായിരുന്നു. പക്ഷേ കേസ് എടുക്കും മുമ്പ് ഇവിടുത്തെ ദേവൻ സാറ് ചെന്ന് രക്ഷിച്ചു. അവളുടെ ജോലി തെറിപ്പിക്കാൻ നല്ലൊരു അവസരമായിരുന്നു ഇന്നലെ. ദേവേട്ടൻ അത് ഇല്ലാതാക്കി. തന്നോട് കോൺഫിഡൻഷ്യലായി പറയുക, ഇനി ഇതുപോലെ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാ അവളെ തെറിപ്പിക്കാനുള്ള വഴി ആലോചിച്ച് വെച്ചോണം താൻ. അവളെ പോലുള്ള വഴക്കാളികൾ ഉണ്ടായ നമ്മുടെ സ്കൂളിന് മാത്രം അതിന്റെ നാണക്കേട്. ശരിയാ കൊച്ചമ്മേ, ഞാനിനി അവരെ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ശരി, പൊയ്ക്കോ. പക്ഷേ അവളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ താനെന്നെ അറിയിച്ചോണം. കേട്ടല്ലോ? ശരി കൊച്ചമ്മേ. നിങ്ങൾ എന്താ ഇങ്ങനെ നടക്കുന്നേ? ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് വെറുതെ. നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാൻ ഓരോ കാര്യങ്ങളുണ്ടാവും. എനിക്കൊരൊറ്റ കാര്യമേ ആലോചിക്കാനുള്ളൂ. പതിവ് കാര്യം തന്നെ ആയിരിക്കും, മോളുടെ കല്യാണക്കാര്യം. അത് തന്നെ. അക്കാര്യത്തിൽ താമസമൊന്നും പറ്റില്ല. എത്രയും പെട്ടെന്ന് അതങ്ങ് തീരുമാനിക്കണം. എത്രയും പെട്ടെന്നെന്ന് പറഞ്ഞാൽ നിന്റെ വർത്താനം കേട്ടാത്തൊന്നും എനിക്ക് കാര്യത്തിൽ ഒരു താല്പര്യമില്ല. നമ്മൾ മാത്രം ആഗ്രഹിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. അവളല്ലേ അവസാനമായിട്ട് തീരുമാനം എടുക്കേണ്ടത്. ഇക്കാര്യം നമ്മൾ എപ്പോ സംസാരിച്ചാലും ഇപ്പൊ വേണ്ടെന്നല്ലേ അവള് പറയാറ്. പിന്നെ നമ്മളെന്ത് ചെയ്യാനാ? നമ്മൾ നിർബന്ധിക്കണം. പെൺകുട്ടികളുടെ കല്യാണം നടത്തുന്നത് അങ്ങനെയാ. അവക്ക് പറ്റിയ ഒരു ചെറുക്കനെ കണ്ടുപിടിച്ച് നമ്മൾ നിർബന്ധിക്കണം. അവളുടെ സമ്മതം കണ്ടില്ല കേട്ടില്ലെന്ന് അടിക്കണം. അത്രയുള്ളൂ. അല്ലാതെ പെൺകുട്ടികളാരും അച്ഛനമ്മമാരുടെ അടുത്ത് വന്ന് എന്നെ കല്യാണം കഴിപ്പിച്ചതാന്ന് പറയില്ല. എന്നാലും അല്ലി ഇങ്ങനെ കട്ടായമായിട്ട് പറയുമ്പോ നമ്മൾ എങ്ങനെ അത് കേട്ടില്ല എന്ന് നടിക്കും? ഓ, എന്റെ വിശ്വട്ടാ, അതൊക്കെ വേണ്ടിവരും. അവളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള പ്രായം അവൾക്കായില്ലേ. അവളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോന്ന് നമ്മളും തിരക്കണ്ടേ? എന്നിട്ട് ചെറുക്കനെ അന്വേഷിക്കുന്നതല്ലേ ബുദ്ധി. പെൺപിള്ളേർക്ക് അങ്ങനെ പല മോഹങ്ങളും കാണും. അതൊക്കെ സാധിച്ചു കൊടുക്കാൻ പറ്റുമോ? അതൊന്നും നോക്കണ്ട. പറ്റിയ ഒരാളെ നമുക്ക് കണ്ടുപിടിക്കണം. ശരി, അവൾക്ക് പറ്റിയ ഒരാളെ നമുക്ക് നോക്കാം. പറ്റിയ ഒരാൾ എന്റെ മനസ്സിലുണ്ട്. എല്ലാം കൊണ്ടും അവൾക്ക് യോജിക്കും. അതാരാ അങ്ങനെ ഒരാള്? അവളുടെ കൂടെ സ്കൂളിൽ പഠിപ്പിക്കുന്നതാ. ഹരിന്ന പേര്. വീടും അധികം അകലെയല്ല. ഹരി? ഞാനൊരിക്കൽ കണ്ടിട്ടുണ്ട്. നല്ല പയ്യന വിശ്വട്ട. നല്ല സ്വഭാവവും. കണ്ടാലും നല്ലതാ. വിദ്യാഭ്യാസവും ജോലിയും എല്ലാം അല്ലിക്ക് യോജിച്ചു തന്നെ. അത്യാവശ്യം സാമ്പത്തികമൊക്കെയുള്ള വീട്ടിലെയാ. വീട്ടിലാണെങ്കിൽ വലിയ ബാധ്യതയൊന്നുമില്ല. ഒരമ്മ മാത്രമേ ഉള്ളൂ. നമുക്കിതങ്ങ് നടത്താൻ വിശ്വട്ടാ. ഇത് അല്ലി നിന്നോട് സൂചിപ്പിച്ചതാണോ? അല്ല, അവരൊന്നിച്ചൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാണല്ലോ. ആ പരിചയത്തിന്റെ പുറത്ത് ഇനി വല്ല അടുപ്പമോ മറ്റോ? അവളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ആലോചിച്ച അവളെ എതിർക്കില്ലെന്നാ എനിക്ക് തോന്നുന്നേ. നല്ല ചെറുക്കനല്ലേ. ശരി, നമുക്ക് ആലോചിക്കാം. പക്ഷേ അതിനു മുമ്പ് ആദ്യം അവളോടൊന്ന് സംസാരിച്ചിട്ടാവട്ടെ. ശരി.